സൗന്ദര്യം വേറൊരാളുടെ കണ്ണിലാണ് എന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എനിക്കതിനകത്ത് ശരിക്കും പറഞ്ഞല്ലോ അത് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഞാൻ കേട്ടോ. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അതിനകത്തൊരു ഇച്ചിരി ലോജിക്കില്ലായ്മ ഇല്ലേ എന്ന്. കാരണം നമ്മൾ ഒരുങ്ങി എങ്ങോട്ടേലും ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന കണ്ണാടിയിലോട്ടാണ്. കണ്ണാടി നോക്കി നമ്മൾ സാറ്റിസ്ഫൈ ആയതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ? കണ്ണാടിയിൽ നോക്കി നമ്മൾ നമ്മളെ തന്നെയാണ് ആദ്യം കാണുന്നത്. നമുക്ക് ഒരു അപ്രൂവൽ തരുന്നത് ആരാ? നമ്മൾ തന്നെയല്ലേ? പിന്നെ സൗന്ദര്യം വേറൊരാളെ കണ്ണിലാണെന്ന് പറഞ്ഞാൽ എന്താ ലോജിക്കാലിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ ആദ്യം അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് പുറത്തുനിന്നുള്ളവർ കൊള്ളാലോ എന്ന് പറയുന്നത് അല്ലേ? ഇതിന് മറിച്ചൊരഭിപ്രായം അല്ലെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നവരെനിക്ക് തീർച്ചയായിട്ടും അത് എഡ്യൂക്കേറ്റ് ചെയ്യുമല്ലോ അല്ലേ? പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് നമ്മളെ സമ്മതിച്ചു എങ്കിൽ വേറൊരാളുടെ ഒരു സമ്മതത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ആരെങ്കിലും കൊള്ളാമെന്നോ കൊള്ളത്തില്ലെന്നോ പറഞ്ഞാൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമോ അല്ലെങ്കിൽ കോംപ്ലിമെൻ്റോ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലാണ് ആദ്യം. അത് ആദ്യം അറിയണം. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണാടി നോക്കുന്ന നമ്മുടെ സൗന്ദര്യം നമ്മളെപ്പോഴും അപ്രൂവ് ചെയ്യും. ഏത് അവസ്ഥയിലാണ് നമ്മൾ അപ്രൂവ് ചെയ്യുക? നമ്മൾ പനിയാണേലും അല്ലേ? പനിയാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും നമുക്ക് നമ്മളെ ഇഷ്ടം. നമ്മൾ എന്നും പറഞ്ഞോണ്ട് പക്ഷെ ചില സമയത്ത് എങ്ങോട്ടല്ലേ ഒരുങ്ങി ഇറങ്ങുമ്പം നമ്മൾ വിചാരിക്കും, ഓ വല്ലാത്ത കോലം കെട്ടിയിരിക്കുന്നു. ഇതെല്ലാം അഭിപ്രായം പറഞ്ഞു നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം ആദ്യം വരുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. നമ്മുടെ മനസ്സ് അപ്രൂവൽ കൊടുത്തിട്ട് മാത്രമേ ഒരു അപ്രൂവൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതല്ലേ ശരി? എൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ വല്ല ലോജിക്കാലിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ബൈ ദ വേ, ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാമേ. ഞാൻ ഈ ഈയിടെ വാങ്ങിച്ച ഒരു ഓർണമെൻ്റ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്ത്, എൻ്റെ ഒരു കൊളീഗ് നടത്തുന്ന ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് താമര. നല്ല രസമല്ലേ കാണാൻ. ഇതിനൊരു മാലയുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും കണ്ടു കാണും. ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് അല്ലേ? ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് എല്ലാവരുടെയും കൈ കാണിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഈ പലരും ഈ താമര കൊണ്ട് മെഹന്തിയൊക്കെ ഇടുന്നത് എന്ത് ഭംഗിയല്ലേ? ഭംഗിയുള്ള വസ്തുക്കൾ ജനിക്കട്ടെ, ഭംഗിയുള്ള മനുഷ്യർ ജനിക്കട്ടെ. ഭംഗി എന്ന് പറയുമ്പോൾ എന്തെന്നറിയാമോ? മനസ്സിന് സന്തോഷമേകുന്ന, കുളിർമയേകുന്ന, ആനന്ദമേകുന്ന ഭംഗി. ബൈ.